ഹായ് ഗൈസ്. അപ്പോൾ അങ്ങനെ ആടുജീവിതം കാണണോ എന്നും പറഞ്ഞ് കാത്തിരുന്നു ആടുജീവിതം കാണാൻ പോയതായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് വളരെ വൈകിയാണ് നമ്മൾ തിയേറ്ററിലെത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം സ്റ്റെപ്പൊക്കെ കയറി നേരെ തിയേറ്ററിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ നമ്മൾ വന്നതെന്ന് വെച്ചാൽ ആശീർവാദ് സിനിപ്ലസിലായിരുന്നു, കടപ്പുറമുള്ള. അങ്ങനെ 5 പേരുണ്ടായിരുന്നു. 5 ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഭയങ്കര ധൃതി പിടിച്ച് നേരെ തിയേറ്ററിൻ്റെ അകത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും സിനിമ 5 മിനിറ്റൊക്കെ ആയിരുന്നു. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഇരുട്ടത്ത് പോയി സീറ്റൊക്കെ തപ്പി ഞങ്ങളുടെ മുഖം കാണിക്കാനായിട്ട് വീണ്ടും എൻ്റെ ഫോണിൽ ഫ്ലാഷൊക്കെ ഓണാക്കിയിരുന്ന് നമ്മളങ്ങനെ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ്റർവെല്ലായി. അങ്ങനെ നമ്മൾ ഉന്മാദവേളകൾ ആനന്ദകരമാക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഒന്ന് പുറത്തൊക്കെ പോയി തിരിച്ച് വന്നു. അവിടെയൊക്കെ ഒന്ന് വായി നോക്കി നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും സിനിമ തുടങ്ങി. അങ്ങനെ വീണ്ടും സിനിമ ആസ്വദിച്ചു പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ നടന്ന് പോവുകയാണ്. സംഭവം സിനിമ നല്ലതായിരുന്നു. കുറച്ച് ഇമോഷണലി ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന കണ്ട സിനിമയാണ്. നല്ലതായിരുന്നു. സംഭവം നിങ്ങൾ പോവുകയാണെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് പോയി കാണുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് അധികം ഇമോഷണൽ ഫീലിംഗ് ഒന്നും ഉണ്ടാകത്തില്ല എന്നെപ്പോലെ. അവിടെ നിന്ന് ഞങ്ങൾ ലിഫ്റ്റിലേക്ക് കയറി. ലിഫ്റ്റിൽ കയറിയപ്പോൾ ലാലേട്ടൻ, കട്ട ലാലേട്ടൻ ഫാനായി എൻ്റെ കൂട്ടുകാരി ലാലേട്ടൻ്റെ ഫോട്ടോഷൂട്ട് നടത്താൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടെ മാളിൽ തന്നെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. കാരണം നമുക്കൊരു വളരെ വിലപ്പെട്ട 2 സാധനം അവിടെ നിന്ന് എടുക്കാനുണ്ടല്ലോ. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ പോപ്കോൺ വാങ്ങുമല്ലോ. അപ്പം നമുക്ക് പോപ്കോണിന് അവിടെ പൈസ കൂടുതലാണെന്ന് വെച്ചിട്ട് ബുദ്ധിയുള്ള 2 ജൂനിയേഴ്സ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ജൂനിയർ അതാണ്ട് ഈ നിൽക്കുന്ന ഇവൾ പോയിട്ട് 2 കവർ ലേസും കുറുക്കുറയൊക്കെ വാങ്ങി. പക്ഷെ അവരത് അകത്തേക്ക് കടത്തി വിട്ടില്ല. കാരണം അത് തിയേറ്ററിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളല്ല. സോ അവരത് അകത്തേക്ക് കടത്തി വിട്ടില്ല. അങ്ങനെ പിന്നെ അതെടുക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ്ട് ന്യൂട്രലൊക്കെ എടുത്ത് ഒരെണ്ണം ബാഗിലിടാൻ പോകുന്നു. അടുത്തത് തൊടുന്നു. ഇതെന്താണിത്? നമ്മളൊന്നും കാണാത്ത പിള്ളേരെ കടയിൽ കൊണ്ട് കയറ്റുന്ന അവസ്ഥയിലായിരുന്നു. അതിൽ പോയി തൊടുന്നു, ഇതിൽ പോയി തൊടുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല വലിയൊരു സൂപ്പർ മാർക്കറ്റാണല്ലോ. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ സെക്ഷനിലേക്ക് വന്നു. അവിടെ നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് തരത്തിലുള്ള ക്രീമും സൺസ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു. പൈസ ഇല്ലാത്തതിനാൽ നമ്മളൊന്നും വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ കുറുകുറെ ലേസൊക്കെ എടുത്തു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൈമാറി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളിങ്ങനത്തുള്ള അബദ്ധങ്ങളൊക്കെ കാണിക്കാറുണ്ടോ? തിയേറ്ററിൽ നിന്ന് സാധനം വാങ്ങിക്കാതെ സാധനം വാങ്ങിക്കൊണ്ട് പോകുന്നത്? അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അങ്ങോട്ട് വരെ നല്ല അന്തസ്സായിട്ട് വണ്ടിയിലായിരുന്നെങ്കിലും തിരിച്ച് നമ്മൾ കാൽനടയായിട്ടായിരുന്നു. അങ്ങനെ ആടുജീവിതം കാണാൻ പോയി ചൂടുജീവിതമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോഴാണ് വഴിയരികിൽ ഒരു കട കണ്ടത്. ആൻറ്റി 3 നാരങ്ങ വെള്ളം. ആൻറ്റി കേട്ട പാടി കേൾക്കാത്ത പോലെ ഉപ്പൊക്കെ എടുത്തിട്ട് സോഡയൊക്കെ ഒഴിച്ച് പഞ്ചസാര ഇട്ടിട്ട് കലക്കി തന്നു. അങ്ങനെ ഞാൻ ഒരാൾക്ക് കൊണ്ട് കൊടുത്തു. ഷോ കാണിച്ച് നിൽക്കുന്നത് നോക്ക്, ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കണം, ഞാൻ എന്തൊക്കെ ചെയ്യണം? അടുത്ത ആൾക്ക് കൊടുത്തു. എന്നാ കുടി. അവളുടെ ഒരു സ്റ്റൈല്. അങ്ങനെ ഞാനും വലിയ സ്റ്റൈലൊന്നും ഇല്ലാതെ ഞാനും അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ സ്റ്റൈലൊക്കെ കഴിഞ്ഞ് വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു. ഇവിടുന്ന്, എനിക്ക് നാണം വരുന്നു എന്ന റിയാക്ഷൻ ഇട്ട് അവൾ അങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ചു. അടുത്തത് ഷോ കാണിച്ച് ഫോണിൽ നോക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 3 നാരങ്ങ വെള്ളത്തിൻ്റെ 60 രൂപ. എന്നാൽ ആൻറ്റി 60 രൂപ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കടയ്ക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അങ്ങനെ നടന്നു നോക്കിക്കൊണ്ടിരിപ്പണ്ടാണ് വീണു. വീണില്ലേ, വീഴണ്ടായിരുന്നു, എന്നാലും ഒരു രസമൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ വീണ്ടും അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.